ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഇപ്പോൾ മാങ്ങ സീസണാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും നല്ല പഴുത്ത മാങ്ങയെല്ലാം കിട്ടും. നമുക്ക് അടിപൊളിയായിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് വലിയ മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് തൊലി കളഞ്ഞ് എല്ലാം എടുക്കാം. ചെറിയ മാങ്ങയാണെങ്കിൽ 5-6 എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത് വലിയതായതുകൊണ്ട് ഞാനൊരു 3 എടുത്തിരിക്കുന്നു. ഇതേമാതിരി നമുക്കൊന്ന് കത്തി കൊണ്ട് വരഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ വേഗം നമ്മുടെ മാങ്ങ വെന്ത് വരുമ്പോൾ നല്ലോണം കട്ടിയായി കിട്ടും. ഇങ്ങനെ നമ്മൾ കുറച്ച് കൊത്തി എടുക്കുമ്പോൾ നമുക്ക് വേഗം മാങ്ങ വേവിക്കുമ്പോൾ അടന്ന് കിട്ടും, നല്ലോണം കുറുതായി കിട്ടുകയും ചെയ്യും. എല്ലാത്തിൻ്റെയും തൊലി ഇതേപോലെ കളഞ്ഞ് നമ്മൾക്ക് ഇതേമാതിരി ഒന്ന് കൊത്തിയിടാം. നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വെല്ല ശർക്കരയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഉരുക്കി വെച്ചേക്കാണ്, അല്ലെങ്കിൽ മണ്ണുണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു 10 മിനിറ്റ് നേരം ഇതിനെ അടുപ്പിൽ വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഈ മാങ്ങ വെന്ത് വരുന്നതിൽ മുമ്പായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇളക്കിയിട്ട് കൊടുത്ത് നമുക്ക് ആദ്യം ഒന്ന് അടപ്പ് വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ വെന്ത് കഴിഞ്ഞു, നല്ലോണം വെന്ത് ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പുകളൊക്കെ റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇതിന് വേണ്ടി എടുക്കാം. 1/2 കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ജീരകം ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. 2 അല്ലി നമ്മൾ ചുവന്നുള്ളി, 1 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇനി ജാറൊന്ന് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതേ പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് മാങ്ങ വെന്തോന്ന് നോക്കാം. അങ്ങനെ മാങ്ങ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുവിധം കട്ടിയായി വന്നിട്ടുണ്ട്. ഇതേമാതിരി നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പും കൂടി ചേർന്ന് വരുമ്പോൾ നല്ല കട്ടി കിട്ടും. ഇതേമാതിരി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അങ്ങനെ ഒരുവിധം നല്ല കട്ടിയായി വരുന്നുണ്ട്. കട്ടി ആവശ്യമുള്ളവർക്ക് കട്ടിയായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ശകലം വെള്ളം കൂടി ചേർക്കണമെങ്കിൽ, അധികം ചാറ് വേണമെങ്കിൽ നമുക്ക് ശകലം വെള്ളം കൂടി ചേർത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ അരപ്പെല്ലാം ചേർന്ന് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യാനുസരണം പോലെ ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം വെന്ത് നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതായിട്ടുള്ള സാധനമാണ് തൈര്. 1/2 കപ്പ് തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ്, നല്ല കട്ട തൈരാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതേമാതിരി നമുക്ക് നന്നായിട്ടൊന്ന് ഈ തൈരിനെ ഉടച്ചെടുക്കാം. നല്ല കട്ട തൈരാണ്, അധികം പുളി വേണ്ട. ഇതേമാതിരി നമുക്ക് കലക്കിയെടുക്കാം. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം സ്റ്റവ് കത്തുമ്പോൾ നമ്മൾ തൈര് ഒഴിക്കാൻ പാടില്ല, തൈര് പിരിഞ്ഞു പോകും. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവിടെയും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നല്ല പോലെ നമ്മൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിക്കാനായിട്ട് എടുക്കാം.
ഇനി താളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ചു. 1 ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിൽ നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി 4 മുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം, വറ്റൽമുളക്. അതൊരുവിധം ചുവന്ന് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഉലുവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വേപ്പില ഇട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. മാങ്ങക്കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.